Good morning. So today we are going to start with analytic functions. What is meant by analytic functions? So അതിനു മുന്നേ നമുക്ക് കുറച്ച് preliminaries അറിയണം. Complex analysis is concerned with complex functions that are differentiable in some domain. അല്ലേ? Complex analysis നമുക്ക് complex functions ഉണ്ടാവും. ആ functions ഒരു domainൽ differentiable ആയിരിക്കും. Domain എന്ന് പറയുമ്പോൾ open connected set ആണ്. Students are very well conversant with the definition of functions of real variables and their limits. അല്ലേ? റിയൽ ഫങ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതുപോലെ ആ ഫങ്ഷൻസിൻ്റെ ലിമിറ്റിനെ കുറിച്ചും കണ്ടിന്യൂറ്റിനെ കുറിച്ചും ഡിഫറൻസിയേഷനെ കുറിച്ചും എല്ലാം നമ്മൾ റിയൽ അനാലിസിസിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ ദിസ് ചാപ്റ്റർ we shall deal with corresponding definitions for functions of a complex variable. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ കറസ്പോണ്ടിംഗ്ലി അനലോഗസ് ആയിട്ട് കോംപ്ലക്സ് ഫങ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ദിസ് ഡിസ്കഷൻ വിൽ ബി സിമിലർ ടു ദാറ്റ് ഇൻ കാൽക്കുലസ്. Nevertheless, it will need great attention because it will show interesting basic difference between real and complex calculus. അപ്പോൾ നമുക്ക് റിയൽ ആൻഡ് കോംപ്ലക്സ് കാൽക്കുലസിൽ slight variations ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. The main goal of this chapter is to introduce analytic functions which play a central role in complex analysis. അപ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അനലിറ്റിക് ഫങ്ഷൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനാണ്. അവർക്ക് കോംപ്ലക്സ് അനാലിസിസിൽ ബിഗ് റോള് തന്നെ ഉണ്ട്. ഫങ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ. Let S be a set of complex numbers. അപ്പോൾ S എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. A function f defined on S is a rule that assigns to each z in S a complex number w. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സിൽ ഡിഫൈൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റൂളാണ് ദാറ്റ് അസൈൻസ് എസ്സിലുള്ള ഓരോ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും അതൊരു കോംപ്ലക്സ് നമ്പറിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ റൂളിനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഓൺ എസ് എന്ന് പറയാം. The number w is called the value of f at z and it is denoted by f of z. Okay, ആ നമ്പർ wനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്പർ wനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എഫ് അറ്റ് സെഡ്. ഇതൊക്കെ നമ്മൾ റിയൽ ഫംഗ്ഷൻ്റെ കേസിൽ പറയുന്ന സെയിം കാര്യങ്ങളാണ്. അതിനെയാണ് നമ്മൾ എഫ് ഓഫ് സെഡ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് w is equal to f of z. Here z varies in s and is called a complex variable. Okay, z എന്ന് പറയുന്നത് എസ്സിൽ വേരി ചെയ്യുന്നുണ്ട്. അതായത് എസ്സിലെ ഓരോ സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു എഫ് ഓഫ് സെറ്റ് ഉണ്ടായിരിക്കും. ഈ സെറ്റിനെ നമ്മൾ കോംപ്ലക്സ് വേരിയബിൾ എന്നാണ് വിളിക്കുക. നമുക്ക് റിയൽ അനാലിസിസിൽ റിയൽ വേരിയബിൾ ഉള്ള പോലെ കോംപ്ലക്സ് അനാലിസിസിൽ കോംപ്ലക്സ് വേരിയബിൾ. ദി സെറ്റ് എസ് ഈസ് കോൾഡ് ദി ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ ഓഫ് എഫ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എസ്സിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ സെറ്റ് എസ്സിന് നമ്മൾ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ ഓഫ് എഫ് എന്നാണ് പറയുക. ദ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് വിച്ച് എഫ് ഓഫ് സെഡ് അസ്യൂംസ് ആസ് സെഡ് വേരീസ് ഇൻ എസ് ഈസ് കോൾഡ് ദി റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ്. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് സെഡ് സച്ച് ദാറ്റ് സെഡ് ബിലോങ്സ് ടു എസ്, ആ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയാം. സോ അത് റിയൽ ഫംഗ്ഷൻസിൻ്റെ കേസിൽ നമുക്ക് റേഞ്ച് ഉണ്ട്, ഡൊമെയിൻ ഉണ്ട്. ആ സെയിം ഡെഫിനേഷനാണ് നമുക്ക് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എഫ് ഈസ് ഡിഫൈൻഡ് ഓൺ ദി ഹാഫ് പ്ലെയിൻ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ 0. റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ 0 പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിനെങ്കിൽ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദി ഹാഫ് പ്ലെയിൻ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ by means of the equation w equal to 1 by z, it may also refer to as f from s to c defined by f of z equal to 1 by z. അതായത് നമ്മൾ ഒരു ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്യാണ് ഓൺ ദിസ് ഹാഫ് പ്ലെയിൻ ബൈ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 by z, വേർ എസ് എന്ന് പറയുന്ന ഡൊമെയിൻ എന്താണ്, സെറ്റ് ഓഫ് ഓൾ z such that real z greater than 0. ഇതാണ് നമ്മുടെ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ ഓഫ് എഫ്. ആൻഡ് ദ സി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. സി എന്ന് പറയുമ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതാണ് നമ്മുടെ കോഡൊമെയിൻ ആയി വരുന്നത്. ഹിയർ എസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഇസ് z such that real z greater than 0 is the domain of definition. Remark: for a function to be well defined, both
ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ ആൻഡ് എ റൂൾ ആർ നീഡഡ് അല്ലേ. ഒരു ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആവണമെങ്കിൽ നമുക്കൊരു ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ വേണം, അതുപോലെ ആ ഫംഗ്ഷനൊരു റൂള് വേണം. അതായത് ഇപ്പോൾ 1/z ആണ് നമ്മുടെ ഇവിടുത്തെ റൂള്. When a domain of definition is not mentioned, we usually take the largest possible set to be the domain. അപ്പോൾ നമുക്കിവിടെ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ മെൻഷൻ ചെയ്യാത്ത കേസുകളിൽ നമ്മൾ നമ്മുടെ ലാർജസ്റ്റ് പോസിബിൾ സെറ്റാണ് ഡൊമെയിനായി അസ്യൂം ചെയ്യുക. ഇവിടെ ഇപ്പോൾ ലാർജസ്റ്റ് പോസിബിൾ സെറ്റ് പറയുമ്പോൾ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ തന്നെയാണ് നമുക്ക് ഡൊമെയിനായിട്ട് അസ്യൂം ചെയ്യേണ്ടി വരിക. പ്രോബ്ലം: ഫൈൻഡ് ദി ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ്. ഈ ഫംഗ്ഷൻസിൻ്റെ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z. അപ്പോൾ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെഡിന് കൊടുക്കാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസിൻ്റെ കളക്ഷൻ. സെഡിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റും എന്നുള്ള പോസിബിൾ വാല്യൂസിൻ്റെ കളക്ഷനാണ്. ഹിയർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z ഈസ് വെൽ ഡിഫൈൻഡ് ഫോർ ഓൾ സെഡ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ. സെഡ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ 1/z വെൽ ഡിഫൈൻഡ് ആണ് അല്ലേ. സെഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമാണ് 1/z വെൽ ഡിഫൈൻഡ് ആവാത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തേ ഉള്ളൂ? അപ്പോൾ നമുക്ക് ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ എന്താ എടുക്കാം? ദറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ സെഡ് സച്ച് ദാറ്റ് സെഡ് നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ 0 എന്ന് പറയുന്ന ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് ഡിലീറ്റ് ചെയ്ത് ബാക്കി എല്ലാ കോംപ്ലക്സ് വാല്യൂസും ഈ 1/z എന്ന് പറയുന്ന ഫംഗ്ഷൻ അസ്യൂം ചെയ്യാൻ പറ്റും. സോ എഫ് ഓഫ് സെഡിൻ്റെ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ ഈസ് ഈക്വൽ ടു എൻ്റയർ കോംപ്ലക്സ് പ്ലെയിൻ മൈനസ് ഒറിജിൻ സെറ്റ് 0 where C is the set of all complex numbers. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ, അതായത് സെഡിന് ഏതൊക്കെ പോസിബിൾ വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഡൊമെയിൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ നോക്കാം. അതായത് എപ്പോഴും ഒരു റാഷണൽ ഫംഗ്ഷൻ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ തന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ നോൺ സീറോ ആവുന്ന പോയിന്റ്സിലെല്ലാം ഫംഗ്ഷന് വാല്യൂസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ഓഫ് ഡെഫിനേഷൻ. ഡിനോമിനേറ്റർ നോൺ സീറോ ആവുന്ന എല്ലാ പോയിന്റ്സിൻ്റെയും കളക്ഷനാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ. The second function f of z equal to z by z plus z bar ആണ്. ആ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ് for all z such that z plus z bar is not equal to 0 അല്ലേ. ഡിനോമിനേറ്റർ നോൺ സീറോ ആവുന്ന എല്ലാ സെഡിനും ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഡിനോമിനേറ്റർ 0 ആവുകയാണെന്ന് നോക്കാം. നൗ z plus z bar not equal to 0. അപ്പോൾ z plus z bar എന്താണ്? ദാറ്റ് ഇസ് 2 times റിയൽ z അല്ലേ. കാരണം z plus z bar ഡിവൈഡഡ് ബൈ 2 ആണ് റിയൽ പാർട്ട് ഓഫ് z വരുന്നത്. അപ്പോൾ 2 times റിയൽ z എന്നാണ്. z plus z ബാറിന് പകരം നമുക്ക് 2 times റിയൽ z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇംപ്ലൈസ് 2 times റിയൽ z ഈസ് നോട്ട് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് റിയൽ z ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ. 2 times റിയൽ z നോൺ സീറോ പറഞ്ഞാൽ റിയൽ z നോൺ സീറോ. അപ്പോൾ റിയൽ z നോൺ സീറോ ആവുന്ന എല്ലാ സെഡിനും ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ ഓഫ് എഫ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സെറ്റ് ഓൾ z സച്ച് ദാറ്റ് റിയൽ പാർട്ട് ഓഫ് z നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾക്ക് ഒരു റാഷണൽ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റർ നോൺ സീറോ ആവുന്ന എല്ലാ പോയിന്റ്സിനും നമുക്ക് എല്ലാ പോയിന്റ്സിനെയും ഫംഗ്ഷൻ്റെ ഡൊമെയിനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. റിമാർക്ക്: ആസ് ഇൻ ദി കേസ് ഓഫ് റിയൽ ഫംഗ്ഷൻസ്, polynomials and rational functions constitute elementary but important classes of functions of a complex variable. If n is 0 or a positive integer, n എന്ന് പറയുന്നത് 0 ആവാം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആവാം. And if a0, a1, etc. an are complex constants where an is not equal to 0, then the function p of z is equal to a0 plus a1z plus a2z square plus etc. plus anz raised to n is a polynomial of degree n. അപ്പോൾ ഇതിന് നമ്മളൊരു കോംപ്ലക്സ് പോളിനോമിയൽ ഡിഫൈൻ ചെയ്യാണ്. ഇവിടെ n ഒരു 0 അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഇതിൻ്റെ കോഎഫിഷ്യൻസും എല്ലാം നോൺ സീറോ ആണെങ്കിൽ ദെൻ പി ഓഫ് സെറ്റ് ഈക്വൽ ടു a0 plus a1z plus a2z square plus etc. plus anz raised to n ആണ് ഒരു കോംപ്ലക്സ് പോളിനോമിയൽ. ദാറ്റ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n. Note that the polynomial of definition, note that the domain of definition of p of z is the entire complex plane. അല്ലേ, ഒരു പോളിനോമിയലിന് ഏത് കോംപ്ലക്സ് വാല്യൂയും അസ്യൂം ചെയ്യാമല്ലോ. ഇവിടെ സെറ്റിന് നമുക്ക് ഏത് കോംപ്ലക്സ് വാല്യൂയും ഇട്ടുകൊടുക്കാൻ പറ്റും, ഒരു റെസ്ട്രിക്ഷനും വരുന്നില്ല. സെറ്റ് ഏത് കോംപ്ലക്സ് വാല്യൂ ഇട്ട് കൊടുത്താലും പി ഓഫ് സെറ്റ് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ പോളിനോമിയലിൻ്റെ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ എന്തായിരിക്കും? എൻ്റയർ കോംപ്ലക്സ് പ്ലെയിൻ ആയിരിക്കും.
Quotient of two polynomials p of z by q of z is called a rational function and is defined at each point z except where q of z equal to 0. അപ്പോൾ q of z equal to 0 ആവുന്ന പോയിന്റ്സ് ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും ഈ റാഷണൽ ഫംഗ്ഷൻ p of z by q of z എന്ന് പറയുന്ന റാഷണൽ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ ഒരു റാഷണൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റർ 0 ആവാത്ത പോയിന്റ്സ് എല്ലാം ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ ആയിരിക്കും. ഇനി റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ നോക്കാം. Let u of xy and v of xy be the real and imaginary parts of a complex function f at z is equal to x plus I. അതായത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഉണ്ട്. എഫ് ഓഫ് സെഡിൻ്റെ റിയൽ പാർട്ടാണ് യു ഓഫ് എക്സ് വൈ ആൻഡ് ആ ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ടാണ് വി ഓഫ് എക്സ് വൈ. ദാറ്റ് ഇസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡിന് പകരം നമ്മൾ എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആയിരിക്കും. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അപ്പോൾ ആ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് യു പ്ലസ് ഐ വി എന്ന് എഴുതാം. അതായത് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഈ യു എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടാണ് ആൻഡ് വി എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ടാണ്. Then since f of z is equal to f of x plus iy is a function of x and y. f of x plus iy എന്ന് പറയുമ്പോൾ that is a function of x and y ആയിരിക്കും. അപ്പോൾ both u and v are functions of the real variables x and y അല്ലേ. അപ്പോൾ യുവും വിയും നമുക്ക് എന്ത് ചെയ്യാം, ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് മാറും. ഇവിടെ u and v are called real and imaginary parts of the complex function f and are also denoted by real f and imaginary f. നമ്മൾ റിയൽ എഫ് ഇമാജിനറി എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യാം. അതായത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ എഫ് സെഡ് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി എഫ് സെഡ് എന്നാണ് എഴുതാം. ദെൻ സെഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്. ദാറ്റ് ഇസ് സെഡിന് നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൽ റിപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് സെഡ് ഇസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ എന്നുള്ള ഫോമിലാണ് എഴുതുന്നതെങ്കിൽ ദെൻ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് എഫ് ദാറ്റ് ഇസ് യു ആൻഡ് വി ആർ ഫങ്ഷൻസ് ഓഫ് ആർ ആൻഡ് തീറ്റ അല്ലേ. സെഡിന് നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലാണ്, അതായത് ആർ ആൻഡ് തീറ്റ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഈ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് എഫും ആർ ആൻഡ് തീറ്റ ഫോമിലായിരിക്കും കിട്ടുക. ഇൻ ദിസ് കേസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു ഓഫ് ആർ തീറ്റ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ആർ തീറ്റ. ഈ കേസിൽ നമുക്ക് എന്തായിരുന്നു, സെഡിന് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ് എഴുതിയത്, എക്സ് പ്ലസ് ഐ വൈ ഫോമിലാണ് എഴുതിയത്. അതുകൊണ്ട് എഫിൻ്റെ റിയൽ പാർട്ട് എക്സിൻ്റെ വൈൻ്റെ ഫംഗ്ഷനാണ്, അതേപോലെ ഇമാജിനറി പാർട്ടും എക്സിൻ്റെ വൈൻ്റെ ഫംഗ്ഷനാണ്. നേരെ മറിച്ച് നമ്മൾ സെഡിനെ പോളാർ കോർഡിനേറ്റ്സിലാണ് എഴുതുന്നത്, ആർ തീറ്റ ഫോമിലാണ് എഴുതുന്നതെങ്കിൽ എഫിൻ്റെ റിയൽ പാർട്ടും ആർ തീറ്റ ഫോമിലായിരിക്കും, ഇമാജിനറി പാർട്ടും ആർ തീറ്റ ഫോമിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫൈൻഡ് ദി റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സ് ഫംഗ്ഷൻസ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. ഈ ഫംഗ്ഷൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ലെറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ലെറ്റ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ദെൻ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എന്താണ്, സെഡ് സ്ക്വയർ ആണ്. സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy അല്ലേ. എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയറിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy എന്ന് കിട്ടും. ദർഫോർ റിയൽ എഫ് സെഡ് എന്തായിരിക്കും, റിയൽ എഫ് സെഡ് എന്ന് പറയുന്നത് യു ഓഫ് എക്സ് വൈ ആണ്. അതായത് ഇതിൻ്റെ ഐ എന്ന് പറയുന്ന ടേം ഇല്ലാത്ത ഭാഗം, ഈ ഫംഗ്ഷൻ്റെ ഐ എന്ന് പറയുന്ന ടേം ഇല്ലാത്ത ഐ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഇല്ലാത്ത ടേംസുകളാണ് റിയൽ പാർട്ട്. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് ഇല്ലാത്തത് ആർക്കാണ്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനാണ്. സോ റിയൽ പാർട്ട് ഓഫ് എഫ് സെഡ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്താണ്, ഐ എന്ന് പറയുന്ന ആളുടെ കൂടെ വരുന്ന ടേം ആണ്. ഇവിടെ ഐൻ്റെ കൂടെ ഉള്ളത് ആരാണ്, 2xy ആണ്. സോ ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ബി ഓഫ് എക്സ് വൈ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2xy. Now second problem എന്താണ്, f of z equal to z plus 1 by z ആണ്. അപ്പോൾ നമ്മൾ let z is equal to x plus iy എന്ന് എടുത്തു. then f of z എന്താണ്, z plus 1 by z ആണ്. z-ന് x plus iy റീപ്ലേസ് ചെയ്യാം. അപ്പോൾ x plus iy plus 1 by x plus iy
അപ്പോൾ നിങ്ങൾ ഈ ടേമിനെ മാത്രം കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതെല്ലാം കൂടെ സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലസ് ഐ ഇൻറ്റു ദിസ് ടേം എന്ന് കിട്ടും. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുന്ന ടേം ഇല്ലാത്ത ഭാഗമാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ. അത് എന്താണ്? എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് സെഡ് എന്താണ്? വി ഓഫ് എക്സ് വൈ ആണ്. അതായത് ഐ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൂടെ വരുന്ന ടേമാണ്, വിച്ച് ഇസ് ഈക്വൽ ടു വൈ ക്യൂബ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. മനസ്സിലായോ? അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതേപോലെ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ യു ട്രൈ ഇറ്റ് യുവർ സെൽഫ്. നെക്സ്റ്റ് ഒരു റിമാർക്കാണ്. It should be noted that a complex function is completely determined by the real valued functions u and v. അല്ലേ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷന് നമ്മൾ അതിൻ്റെ ഇമാജിനറി പാർട്ട് ആൻഡ് റിയൽ പാർട്ട് യൂസ് ചെയ്തിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷേ ഈ യു ആൻഡ് വി എന്ന് പറയുന്നത് എന്താണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഇല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിയൽ പാർട്ട് ഓഫ് എഫ് എന്താണ്? ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അതേപോലെ ഇമാജിനറി പാർട്ടും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഐൻ്റെ ടേംസ് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്താണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. ദിസ് മീൻസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ w equal to f of z can be defined by arbitrarily specifying u of xy and v of xy, even though u plus iv may not be obtainable through the familiar operations on the symbol z alone. മനസ്സിലായോ? അതായത് ആർബിട്രറി ആയിട്ട് നിങ്ങൾക്കൊരു യുവും വിയും കയ്യിലുണ്ടെങ്കിൽ യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ടാക്കാം. ആൻ എക്സാമ്പിൾ ഇസ് ഇല്ലുസ്ട്രേറ്റഡ്. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 2x minus y square plus I into xy cube minus 2x square plus 1. Evaluate f of z at the following points. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, ഈ പോയിന്റ്സിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 2x മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് വൈ ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 1 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ. ദെൻ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ ആണ്. ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഐൻ്റെ കൂടെ വരാത്ത ടേമാണ്. അപ്പോൾ അതെന്താണ്? 2x മൈനസ് വൈ സ്ക്വയർ ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ ഐൻ്റെ കൂടെ വരുന്ന ടേമാണ്. അതെന്താണ്? വി ഓഫ് എക്സ് വൈ ദിസ് ഈക്വൽ ടു എക്സ് വൈ ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 1 ആണ്. ഇനി നമ്മുടെ പോയിന്റ് 2i എന്ന് പറയുന്ന പോയിന്റാണ്. സെഡ് ഇസ് ഈക്വൽ ടു 2i എന്ന് പറയുന്ന പോയിന്റാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ z ഈക്വൽ ടു 2i എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എന്താണ്? എക്സ് ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 2 അല്ലേ? അപ്പോൾ നമുക്ക് സെറ്റിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുമ്പോൾ 2i എന്ന് എഴുതുമല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണ്, വൈ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നിങ്ങൾ യുവിലും വിയിലും എക്സിൻ്റെ മൈനസ് സ്ഥലത്ത് ഈ വാല്യൂസ് എക്സ് ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദഫോർ യു ഓഫ് 0 2 എന്ന് പറയുന്നത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 മൈനസ് 2 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു -4. അതേപോലെ വി ഓഫ് 0 2 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0 മൈനസ് 0 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ എഫ് ഓഫ് 2i എന്ന് പറയുന്നത് യു ഓഫ് 02 പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് 02 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു -4 പ്ലസ് 1 ഇൻറ്റു ഐ. ദാറ്റ് ഇസ് -4 പ്ലസ് ഐ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു പോയിന്റ് തന്നാലും എക്സും വൈ ഐഡൻറ്റിഫൈ ചെയ്യാം. യുവിലും വിയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ ആ പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ബി പാർട്ടും സി പാർട്ടും യു ക്യാൻ ട്രൈ ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. Find the image of the line real z equal to 1 under the mapping w equal to f of z that is equal to z square. അപ്പോൾ നമ്മുടെ മാപ്പിംഗ് എന്താണ്? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ്. ഈ മാപ്പ് നമ്മുടെ ഈ ലൈനിനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്. റിയൽ സെഡ് ഈക്വൽ ടു 1നെ ഈ ഫംഗ്ഷൻ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത് നോക്കാം. ഈ ഫംഗ്ഷൻ്റെ ഇമേജ് ഓഫ് ദിസ് ലൈൻ അണ്ടർ ദിസ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നെടുത്തു. ദെൻ എഫ് ഓഫ് സെഡ് എന്താണ്? സെഡ് സ്ക്വയർ ആണ്. അതായത് എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ആണ്. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആയത് കാരണം എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ആണ്. അതെന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy അല്ലേ? എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഐ സ്ക്വയർ മൈനസ് 1 ആണ്. അതുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് എന്താണ്? യു ഓഫ് എക്സ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ്. അതെന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്.
സിമിലർലി ഈ ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ട് ഐൻ്റെ കൂടെ വരുന്ന ടേമാണ്. അതായത് വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇമാജിനറി പാർട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഐ എടുത്ത് എഴുതരുത്, ഐൻ്റെ കൂടെ വരുന്ന ബാക്കിയുള്ള പോർഷൻ മാത്രമേ എഴുതാൻ പാടുള്ളൂ, ഐ എഴുതാൻ പാടില്ല കേട്ടോ. അപ്പോൾ വി ഓഫ് എക്സ് വൈ ആണ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ്. അതെന്താണ്? 2xy ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദി ഇമേജ് ഓഫ് ലൈൻ റിയൽ സെഡ് ഈക്വൽ ടു 1. സിൻസ് റിയൽ സെഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ് അല്ലേ? റിയൽ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. സോ റിയൽ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദിസ് ഗിവൺ ലൈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിയൽ സെഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? എക്സ് ഈക്വൽ ടു 1 എന്നാണ് ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു 1 ഇൻ ടു ദി ഫംഗ്ഷൻസ് യു ആൻഡ് വി. യു എന്താണ്, വി എന്താണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു ഈക്വൽ ടു 1 മൈനസ് വൈ സ്ക്വയർ. ഇവിടുന്ന് നമുക്ക് വി ഈക്വൽ ടു 2y അല്ലേ? എക്സ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യുവിൻ്റെയും വിൻ്റെയും വാല്യൂസ് ഇങ്ങനെ കിട്ടും. ഇനി ഇതിൽ നിന്ന് നമ്മൾ വൈനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ y ഈക്വൽ ടു വി ബൈ 2 എന്ന് ഈ ഇക്വേഷനിൽ നിന്ന് y ഈക്വൽ ടു വി ബൈ 2 എന്ന് കിട്ടും. ആ വാല്യൂ നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷനിൽ y ഈക്വൽ ടു വി ബൈ 2 കിട്ടും. ആ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ യു ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. Hence, image of the line x equal to 1 in the z plane is the parabola u equal to 1 minus v square by 4 in the w plane. അല്ലേ? നമ്മൾ z പ്ലെയിനിലുള്ളതിന് നമ്മൾ ഫംഗ്ഷൻ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ട് നമ്മൾ w പ്ലെയിനിലേക്ക് മാറ്റാണ്. അപ്പോൾ w പ്ലെയിനിലുള്ള യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് വി സ്ക്വയർ ബൈ 4 ആണ്. അപ്പോൾ നമ്മുടെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനിൻ്റെ കറസ്പോണ്ടിങ് ഇമേജ് എന്തായി? യു വി പ്ലെയിനിലുള്ള ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് ദി പരാബോള യു ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ 4. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ ആ ലൈൻ ഐഡൻറ്റിഫൈ ചെയ്തു. എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് യുവിലും വിയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈനെ എലിമിനേറ്റ് ചെയ്യുക. അതായത് എക്സ് വൈ പ്ലെയിനിലുള്ളതിൻ്റെ കറസ്പോണ്ടിങ് യു വി പ്ലെയിനിലുള്ള ഇമേജ് നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ് പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ യു വി പ്ലെയിനിലോട്ട് മാറ്റി എഴുതുന്നത് അതേ പ്രോസസ്സാണ്. അതുകൊണ്ട് ഇവിടെ വൈനെ എലിമിനേറ്റ് ചെയ്തിട്ട് യു ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ 4 എന്നുള്ളൊരു ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് യു വി പ്ലെയിനിലുള്ള കറസ്പോണ്ടിങ് ഇമേജ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് മീ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.